മക്കളെ ഇറ്റ്സ് മീ ആൻഡ് ഫ്രം MS സൊല്യൂഷൻ. മക്കളെ നമ്മളെ SCRT ഇറക്കിയ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ സെറ്റ് A ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോകാൻ റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോടെ. ഒരു പ്രസ്താവന A ഉണ്ട്, അതിന്റെ റീസണും തന്നിട്ടുണ്ട് അല്ലേ? നോക്കിക്കോടെ എന്താണ് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ. സോ ഇവിടുത്തെ ഒന്നാമത്തെ പ്രസ്താവന 1 ATM മർദ്ദത്തിൽ 44 ലിറ്റർ വ്യാപ്തമുള്ള വാതകം 4 ATM മർദ്ദത്തിൽ 11 ലിറ്റർ ആയിട്ട് ചുരുങ്ങുന്നു. അഥവാ 11 ലിറ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നു എന്നാണ് പറഞ്ഞത്. ഇത് ബോയിൽ നിയമപ്രകാരം P1 × V1 = P2 × V2 ആണ്. നമുക്കറിയാം, ഇത് കാണുമ്പോൾ നമുക്കറിയാം ബോയിൽസ് ലോ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് കിട്ടുന്ന ഇവന്റെ ഇക്വേഷൻ ഇത് തന്നെയാണ്. സോ ഫസ്റ്റത്തെ റീസൺ എന്താണ്? ഫസ്റ്റത്തെ കാരണം ശരിയാണ്, അല്ല പ്രസ്താവന അവന്റെ ശരിയാണ്. രണ്ടാമത്തെ റീസണോ അതും അവന്റെ കറക്റ്റ് ആയിട്ടുള്ള തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതാ വരിക? എയും ആറും എന്നിവ ശരിയാണ്. 6 എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എന്നുള്ളതാണ്. സോ ഇവിടുത്തെ ആൻസർ വരിക എ ആണ്. മക്കളെ ഇതൊന്നും ജസ്റ്റ് മാഷ് പറഞ്ഞു പോണുള്ളേ. സോ ഒന്ന് സെറ്റ് ആക്കാം കേട്ടോ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് സ്റ്റേറ്റ്മെന്റിനെ കൊടുത്തിട്ടുണ്ട്. അഥവാ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നിന്നാണ്. ഇത് കാണുമ്പോൾ തന്നെ എന്റെ മക്കൾക്കാർ ഈ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തെറ്റാണ്. കാരണം എന്താണ്? 3d5 4s1 എന്നാണ് വരേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ നോക്കി വെച്ചോളാം, അത് തെറ്റാണ്. സോ ഇവന്റെ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ഇലക്ട്രോൺ പോലെ ലാസ്റ്റിൽ നടക്കുന്നത് എവിടെയാടാ? സോ സിമ്പിൾ ആയിട്ട് പറയാം 3d സബ്ഷെല്ലാണ്. അങ്ങനെയാണെങ്കിൽ ദ എൽ വാല്യൂ ഓഫ് ദ സബ്ഷെൽ വേർ ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഇസ് 1. എൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 അല്ല, അവിടെ 2 ആണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ദ സബ്ഷെൽ കണ്ടെയ്നിങ് ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഹാസ് എ 5 ഓർബിറ്റൽ. ഓർബിറ്റൽ ഡി എന്ന് പറഞ്ഞ സബ്ഷെല്ലിന് 5 ഓർബിറ്റൽ എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. 2ഉം 4ഉം ശരിയാണ്, 1ഉം 3ഉം തെറ്റാണ് കേട്ടോ. 2ഉം 4ഉം ശരിയാണ്, 1ഉം 3ഉം തെറ്റാണ്. സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതാ വരാം? സിമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാ നോക്കിക്കോ, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം വരിക. ഓപ്ഷൻ ഡി. പ്രസ്താവന 1ഉം 3ഉം ശരിയല്ല, എന്നാൽ 2ഉം 4ഉം ശരിയാണ്. സോ സെറ്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. എടാ മാച്ച് ദ ഫോളോയിങ് ആണ് ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സോ ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ദ അസിഡിക് സോൾട്ട്? അസിഡിക് സോൾട്ടിന് എക്സാമ്പിൾ ചോദിച്ചാൽ NH4Cl ആണ്, അമോണിയം ക്ലോറൈഡ് ആണ്. സോ സിമ്പിൾ ആയിട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ മാച്ച് ദ ഫോളോയിങ് ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 6ാമത്തെ ചാപ്റ്ററിൽ നിന്നിട്ടുള്ള സംഭവമാണ്. നോക്കാം എന്തൊക്കെയാണ് സർ. ഇവിടെ ഐഡിന്റെ പ്രത്യേകത ഉണ്ട്, സാന്ദ്രണ രീതി ഉണ്ട്, കോൺസെൻട്രേഷൻ മെത്തേഡ് ഉണ്ട്. ഐഡിന് ഇത് കൂടുമ്പോൾ, വെയിറ്റ് കൂടുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ജലപ്രവാഹത്തിൽ കഴുകലാണ്. ഇനി അപദ്രവ്യത്തികൾ സാന്ദ്രത കുറവാണെങ്കിൽ, ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ, സോ നമുക്ക് പറയാൻ പറ്റും ഫ്ലോട്ടേഷൻ ആണ്. മാഗ്നറ്റിക് പവർ ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ്. സോ ആൻസർ ഏതാ വരിക? ഡി ആണ് വരിക. നോക്കിയിട്ട് പോടെ, കുറച്ച് ഫാസ്റ്റ് ആണ്. സോ 15 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഇത് തീർക്കേണ്ടതുണ്ട് കേട്ടോ. സോ ഒന്ന് സെറ്റ് ആയിട്ട് ഇരിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. എന്താണ് സർ ക്വസ്റ്റ്യൻ? ഞാൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. സോ നോക്കാം, എ റിവേഴ്സിബിൾ റിയാക്ഷൻ ഇക്വിലിബ്രിയം, അതായത് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള റിവേഴ്സിബിൾ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് എനി ടു ചേഞ്ച് that should be the concentration and pressure to increase the amount of nitrogen dioxide. ഈ നൈട്രജൻ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എമൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് ചോദിച്ചത്. ഒന്നില്ലെങ്കിൽ കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ പ്രഷറോ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അവനെ മാറ്റണം. ഈ രാസപ്രവർത്തനത്തിൽ നൈട്രജൻ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് ഗാഢതയിലും മർദ്ദത്തിലും വരുത്തേണ്ട മാറ്റങ്ങൾ ഏതെങ്കിലും 2 എഴുതുക എന്നാണ് പറഞ്ഞത്. സോ ഒന്നാമത്തെ എഴുതാൻ പറ്റും, ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. രണ്ടാമത്തെ റിമൂവ് ദ NO2 കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും കോൺസെൻട്രേഷൻ, വീണ്ടും ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഇനി അല്ലെങ്കിൽ ഇൻക്രീസ് ദ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ ഫോർവേഡ് റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് കൂടുതൽ എമൗണ്ട് NO2 കിട്ടിക്കോളൂ കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. ഒരു പ്രൊപ്പൈൻ ആണ്. പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ 1 2 3 ട്രിപ്പിൾ ബോണ്ട് ഉണ്ട് കേട്ടോ. ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. സോ ഈ ട്രിപ്പിൾ ബോണ്ട് 2 ഹൈഡ്രജൻ തന്മാത്രകളുമായി പ്രവർത്തിപ്പിക്കുന്നു. 2 ഹൈഡ്രജനുമായിട്ടാണ് പ്രവർത്തിപ്പിക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? ട്രിപ്പിൾ ബോണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ട്രിപ്പിൾ ബോണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ 2 ഹൈഡ്രജനുമായി ചേർക്കുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് പൊട്ടും, നിക്കലിന്റെ പ്രസൻസിൽ പൊട്ടും. ഇതെന്താ? അഡിഷൻ റിയാക്ഷൻ ആണ് കേട്ടോ. സോ ഓർമ്മയിൽ വെച്ചോളാം. ലഭിക്കുന്നതിന്റെ IUPAC നെയിം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. സോ നോക്കിക്കോ, ഒറ്റ കാര്യമുള്ളൂ. ഇവൻ എന്താവുന്ന CH ട്രിപ്പിൾ ബോണ്ട് എന്നുള്ള ആളെ നമ്മൾ ഹൈഡ്രജനുമായിട്ടാണ് പൊട്ടിക്കുമ്പോൾ 2H2 ആയിട്ട് പൊട്ടിക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു? എത്ര ഹൈഡ്രജൻ എന്നാ പറഞ്ഞത്? നോക്കിക്കഴിഞ്ഞാൽ ഇതാ 2 ഹൈഡ്രജൻ തന്മാത്ര എന്ന് പറഞ്ഞു കേട്ടോ. 2 ഹൈഡ്രജൻ തന്മാത്ര എന്ന് പറയുമ്പോൾ മോളിക്യൂൾസിന്റെ എണ്ണം മുന്നിലാണ് എഴുതേണ്ടത്. സോ 2H2 എന്ന് പറയുമ്പോൾ 4 ആളുണ്ട്. 4 ആൾ വരുമ്പോൾ അത് ഡബിൾ ബോണ്ട് അല്ല വരിക. ഉത്തരം എന്തിലേ വരുള്ളൂ? സിംഗിൾ ബോണ്ടിലായിരിക്കും ഉത്തരം വരിക. സോ പ്രൊപ്പൈൻ എന്നായിരിക്കും അവന്റെ ആൻസർ വരിക. എന്താ വരിക? പ്രൊപ്പൈൻ എന്നായിരിക്കും വരിക. അഡീഷൻ റിയാക്ഷൻ കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാലോ. എന്താണ് സർ ക്വസ്റ്റ്യൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈത്തൈൻ എന്ന് പറഞ്ഞാൽ ഈത്തൈൻ ആണ് റിയാക്ട് വിത്ത് ദ ക്ലോർ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. പ്രസൻസ് ഓഫ് സൺലൈറ്റ് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കാടാ, ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഏത് റിയാക്ഷൻ ആണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അടുത്തത്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ? ഇവന്റെ കെമിക്കൽ റിയാക്ഷൻ നെയിം സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ പ്രൊഡക്റ്റ്. അഥവാ ഈത്തൈൻ എന്ന് പറഞ്ഞ ആളല്ലേ, ഈതൈൻ എന്ന് പറഞ്ഞ ആൾ ക്ലോറിനുമായിട്ട് കൂടി ചേരുമ്പോൾ എന്തായി മാറും? ക്ലോറോ ഈത്തൈൻ എന്നായിട്ട് മാറും. എന്തായിട്ട് മാറുക? ഒരു ക്ലോറിൻ വരുമ്പോൾ ക്ലോറോ ഈത്തൈൻ എന്നായിട്ട് മാറും കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ.
എന്താണ് സാർ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ സിങ്ക് റോഡ് കെപ്റ്റ് ദ CuSO4 ഒരു സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സിങ്ക് റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് റോഡ് മുക്കി വെച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ ചേഞ്ച് ഓഫ് ദ സർഫേസ് ഓഫ് ദ സിങ്ക് റോഡ്, സിങ്കിന്റെ മുകളിൽ എന്താ വരുന്നത്, എടാ സിങ്കിന്റെ മുകളിൽ Cu2+ അയോണുകൾ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അല്ലേ. അടുത്തത് വാട്ട് ഇസ് ദ റീസൺ ഓഫ് ദ ഫേഡിങ് ദ ബ്ലൂ കളർ ഓഫ് ദ CuSO4 സൊല്യൂഷൻ, CuSO4 സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റിന്റെ നീല നിറം മങ്ങാൻ കാരണം എന്താണ്, ഈ Cu2+ അയോൺ എന്ത് ചെയ്യുന്നു, ഫേഡ് ആയി പോകുന്നു, Cu2+ കുറയുന്നത് കൊണ്ടാണ് അവന്റെ കളർ കുറയാൻ കാരണം കേട്ടോ, ഓർമ്മയിൽ വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വോളിയം ഓഫ് ടെമ്പറേച്ചർ ദ ഫിക്സ്ഡ് മാസ് ഓഫ്, ഇതായത് ഈ ഇക്വേഷൻ, ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ നമുക്കറിയാം വട്ടൻ ചാൾസ് എന്നുകൊണ്ട് ആലോചിച്ചാൽ മതി. എന്താടാ ഇവിടെ പോയി, ഓക്കെ, വട്ടൻ ചാൾസ് എന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടും ആരാടാ, ഏത് നിയമം വരുള്ളത്, ചാൾസ് ലോ ആണ് വരിക. സോ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടല്ലോ, എന്താണ് സർ ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആടാ. ഇവിടെ ഇത് ചാൾസ് ലോ കിട്ടി, ഇവിടെ 150 150 ലിറ്റർ ഉണ്ട്, സെൽഷ്യസ് കൊടുത്തിട്ടുണ്ട്, കെൽവിൻ കൊടുത്തിട്ടുണ്ട്, ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ V2 അഥവാ വോളിയം 2 കണ്ടെത്താനാണ് പറഞ്ഞത്. V2 കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി, V1 ഡിവൈഡഡ് ബൈ T1 ഇൻറ്റു T2 എന്ന് പറഞ്ഞ ഇക്വേഷൻ ചെയ്യുമ്പോൾ 300 ലിറ്റർ എന്നായിരിക്കും ഇവന്റെ ഉത്തരം വരുന്നുണ്ടാവുക. സോ ഒന്ന് എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോകാം കേട്ടോ. സോ അടുത്ത അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, സ്ഥിര താപനിലയും മർദ്ദത്തിലും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതായത് ടെമ്പറേച്ചറും പ്രഷറും എന്താണ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ബാക്കിയോട് ആരൊക്കെ ഉണ്ടാവുക, വോളിയം ഉണ്ടാവും, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. സോ ഈ ലോ ഏതാണ്, അവഗാഡ്രോ ലോ ആണ്. 10 ലിറ്റർ ആണെങ്കിൽ X ആണ് മോളിക്യൂൾസ്, 10 ലിറ്ററിന് X ആണ്. അങ്ങനെയാണെങ്കിൽ 5 ലിറ്റർ ഹൈഡ്രജനിലെ മോളിക്യൂൾസിന് എത്ര വരിക, X ഡിവൈഡഡ് ബൈ 2 വരും. X ആണെങ്കിൽ X നേരെ പകുതി. ഇനി 3 × X CO2 കാർബൺ ഡൈ ഓക്സൈഡ് വ്യാപ്തം എത്ര, 10 ആണെങ്കിൽ X എന്നാണ് പറഞ്ഞത്. Xന് 10, ഒരു X ആണെങ്കിൽ 10, അപ്പൊ 3X ആണെങ്കിൽ എത്ര വരിക, 30 ലിറ്റർ എന്നേ കാര്യം വരിക. ഇത്രയുള്ള പരിപാടി ഇല്ല, വ്യാപ്തമായത് കൊണ്ട് ലിറ്ററിൽ പൊട്ടിക്കുന്നു, പരിപാടി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ അയോണികൻ എന്താൽപി P ബ്ലോക്ക് മൂലങ്ങളേക്കാൾ കുറവാണ്. അപ്പൊ അയോണികൻ എന്താൽപി കുറവുള്ളത് S ബ്ലോക്ക് ആണെന്നുള്ള കാര്യം അറിയാം. എന്താണ് അയണൈസേഷൻ എന്താൽപി, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് അയണൈസേഷൻ എന്താൽപി, ഇവിടെ അയണൈസേഷൻ എന്താൽപി, വിച്ച് എലമെന്റ് ഇസ് ദ സെക്കൻഡ് പീരിയഡ് ദ ഹൈയസ്റ്റ് അയണൈസേഷൻ എന്താൽപി. അയണൈസേഷൻ എന്താൽപി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, വാതകാവസ്ഥയിൽ ഗ്യാസ് സ്റ്റേറ്റിലുള്ള ഒരു ആറ്റത്തിന്റെ ബാഹ്യതം ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നുള്ള ഒരു ദുർബലമായിട്ട്, അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ആറ്റത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായി ഏറ്റവും കുറഞ്ഞ ഉറവായി ഏറ്റവും ലീസ്റ്റ് എനർജിയെ നമ്മൾ എന്ത് പറയുന്നത്, അയണൈസേഷൻ എന്താൽപി എന്ന് പറയുന്നത്. സോ സെക്കൻഡ് പീരിയഡിലുള്ള ആൾ ആരാടാ, F ആണ്, ഫ്ലോറിൻ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർമ്മയിൽ വെച്ചോളൂ കേട്ടോ. സോ കുഴപ്പമില്ല സർ. അങ്ങനെയാണെങ്കിൽ സിങ്കിന്റെ 2 അയിരുകളുടെ സാന്ദ്രവുമായി ബന്ധപ്പെട്ട സമവാക്യമാണ്, സിങ്കിന്റെ 2 ഓർസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണുള്ളത്. ഇത് CO3 എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക അത് കാർബണേറ്റ് ഓറുകളാണ്. S എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുക അത് സൾഫേറ്റ് ഓറുകളാണ്, സൾഫർ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം, സൾഫൈഡ് ഓറുകൾ. സോ കാർബണേറ്റും സൾഫറും ഒന്ന് കാൽസിനേഷൻ ആയിരിക്കും, രണ്ടാമത്തത് റോസ്റ്റിംഗ് ആയിരിക്കും. സോ ഇവരെ രണ്ടും ഹീറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഇത് ഓക്സിജന്റെ പ്രസൻസ് ആണ്, ഇവിടെ ഓക്സിജന്റെ ആബ്സെൻസ് ആണ്. സോ രണ്ടാളും ZnOയും ഇവിടെയും ZnO ആണ്, ഇവിടെയും ZnO ആണ് ഉണ്ടാവുക. അങ്ങനെ ഐഡന്റിഫൈ X എഴുതി. ഹൗ ഡസ് ദ കാൽസിനേഷൻ ഡിഫർ ദ റോസ്റ്റിംഗ്, കാൽസിനേഷൻ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എയറിന്റെ പ്രസൻസിൽ നമ്മൾ ഓറിനെ ഹീറ്റ് ചെയ്യിപ്പിക്കാണ്, കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എയറിന്റെ ആബ്സെൻസിൽ ഓറിനെ ഹീറ്റ് ചെയ്യിപ്പിക്കാണ്. സോ ഓർമ്മ ഉണ്ടായിക്കോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, അനലൈസ് ദ സ്ട്രക്ചർ ഓഫ് ദ ഗിവൺ കോമ്പൗണ്ട്. എടാ ഇവിടുത്തെ ഈ സ്ട്രക്ചർ എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് ഹൗ മെനി കാർബൺ ആറ്റം ദ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് എണ്ണുമ്പോൾ കിട്ടും 3 3 6 ആണ്. സോ 6 ആണ്. സോ ബാക്കിയുള്ള ആൾക്കാർ 2 ആൾക്കാരുള്ള ആൽക്കൈൽ ഗ്രൂപ്പാണ്. സോ ബ്രാഞ്ചിന്റെ പേര് എഴുതാനാണ് പറഞ്ഞത്. ബ്രാഞ്ചിന്റെ പേര് എഴുതുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കാൻ പറ്റും, ഈ തൈൽ എന്ന് കൊടുക്കാൻ പറ്റും. കാരണം എന്താണ് മാഷേ, 2 കാർബൺ ആണ്, ബ്രാഞ്ച് ആകുമ്പോൾ YL ചേർത്ത് കൊടുത്താൽ മതി. സെറ്റ് ആണ്. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഐറ്റം ദ ഗിവൺ ദ ബോക്സ്. ഈ ഗിവൺ ബോക്സിൽ കുറച്ച് ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്. Zn ഉണ്ട്, ZnSO4 ഉണ്ട്, Mg ഉണ്ട്, MgSO4 ഉണ്ട്, C ഉണ്ട്, CuSO4 ഉണ്ട്. സോ പിന്നെ സോൾട്ട് ബ്രിഡ്ജും മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. സോ ഹൗ മെനി ഗാൽവാനിക് സെൽ കൺസ്ട്രക്ട് യൂസിങ്, അതായത് ഇവ ഉപയോഗിച്ചിട്ട് എത്ര ഗാൽവാനിക് സെൽ നിർമ്മിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 3 ഗാൽവാനിക് സെൽ നിർമ്മിക്കാൻ പറ്റും. ഇനി വിച്ച് ഗാൽവാനിക് സെൽ ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ്, ഏറ്റവും കൂടുതൽ വോൾട്ടേജ് കിട്ടുന്നത് ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ഏറ്റവും ഹയസ്റ്റ് റിയാക്ടിവിറ്റി ഉള്ള ആൾ എടുക്കുക, ലോവസ്റ്റ് റിയാക്ടിവിറ്റി ഉള്ള ആൾ എടുക്കുക. അപ്പൊ Mgയും Cയും വെച്ചിട്ടായിരിക്കും അവനക്ക് വരിക. അങ്ങനെയാണെങ്കിൽ write the chemical equation of the reaction occurred the anode the cell with the highest value of voltage. highest value of voltage, highest voltage ഉള്ള സെല്ലിലെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഏതാണെന്ന് പറഞ്ഞത്. സോ ഹയസ്റ്റ് വാല്യൂ ഉള്ളത് Mg ക്കാണ്. ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ Mg gives Mg2++ 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞ ഇക്വേഷൻ ആയിരിക്കും. ഇനി റിഡക്ഷൻ എഴുതാൻ പറഞ്ഞാൽ Cu2++ 2 ഇലക്ട്രോൺ gives Cu എന്ന് തന്നെയായിരിക്കും. സെറ്റ് ആണല്ലോടാ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. സോഡിയം ഹൈഡ്രോക്സൈഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന ക്ലോർ ആൽക്കലി പ്രോസസ് ആണ്. ക്ലോർ ആൽക്കലി പ്രക്രിയ എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഈ പ്രക്രിയയിൽ ഏത് പദാർത്ഥത്തിന്റെ ജില്ലയിലാണ് ഏത് അക്യ സൊല്യൂഷൻ ആണ് എടുക്കുക എന്ന് ചോദിച്ചാൽ ക്ലോർ ആൽക്കലി ആയതുകൊണ്ട് NaCl സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ അക്യ സൊല്യൂഷൻ ആണ് എടുക്കുക. സ്വസ്ഥല സെല്ലിന്റെ കാഥോഡിൽ നിരോക്സീകരണത്തിന് വിധേയമാവുന്ന പദാർത്ഥം അഥവാ റെഡ്യൂസിംഗ് റിഡക്ഷൻ സംഭവിക്കുന്ന ആർക്കാ ചോദിച്ചാൽ H2O ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർമ്മയിൽ വെച്ചോളാം. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡിനെ കൂടുതൽ ലഭിക്കുന്ന, അതായത് നമുക്ക് NaOH കിട്ടും, അല്ലാതെ കിട്ടുന്ന ആൾക്കാർ ആരൊക്കെ ചോദിച്ചാൽ ഒന്ന്
ഒന്ന് Cl മൈനസും രണ്ടാമത്തത് H+ ആയിരിക്കും. Cl മൈനസ് എങ്ങോട്ടേക്കാ ചോദിച്ചാൽ ആനോഡിലായിരിക്കും, H+ എങ്ങോട്ടേക്കാ ചോദിച്ചാൽ കാഥോഡിലായിരിക്കും. ഓർമ്മയിൽ വെച്ചോളൂ കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു മോൾ കൺസെപ്റ്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. CO2 SO2 എന്നീ വാതകങ്ങൾ STPയിൽ സ്ഥിതി ചെയ്യുന്നു. ഇവയുടെ വ്യാപ്തം കൊടുത്തിട്ടുണ്ട്, വോളിയം കൊടുത്തിട്ടുണ്ട്, 112 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ STPയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മോൾ വാതകത്തിന്റെ STPയിൽ സ്ഥിതി ചെയ്യുന്ന 1 മോൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരണം 22.4 ലിറ്റർ എന്നാണ് എന്നുള്ള കാര്യം. സോ അങ്ങനെയാണെങ്കിൽ 112 ലിറ്റർ CO2ന്റെ മാസ് എത്ര? സിമ്പിൾ ആടാ, 112 ലിറ്ററിലെ മോളുകൾ കണ്ടെത്താം. 112 ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ എന്ന് പറയുമ്പോൾ 5 മോൾ എന്ന് കിട്ടും. 5 മോളിന്റെ മാസ് 1 മോൾ ആണെങ്കിൽ 44. അപ്പൊ 5 മോൾ എത്ര വരിക? 5 × 44 എന്ന് പറയുമ്പോൾ 220 ഗ്രാം എന്ന് വരും. അങ്ങനെയാണെങ്കിൽ SO2 തന്മാത്രകളുടെ എണ്ണം CO2 SO2 എന്ന് പറഞ്ഞാൽ 5 മോൾ അല്ലേ? അപ്പൊ SO2 ആണെങ്കിൽ തന്മാത്രകളുടെ എണ്ണം കാണാൻ പറയുമ്പോൾ 5 × 6.022 × 10⁻23 എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പൊട്ടിക്കാം. യാതൊരുവിധ കൺഫ്യൂഷനും വേണ്ട, ഡൗട്ടും വേണ്ട കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ സർ. സിമ്പിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു. ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് സർ ക്വസ്റ്റ്യൻ? ഒരു കെമിക്കൽ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. STPയിലെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. CH4 എന്ന് പറഞ്ഞാൽ മീത്തൈൻ ആട്ടോ. CH4 എന്ന് പറഞ്ഞാൽ ആരാടാ? മീത്തൈൻ ആണ്. മീത്തൈൻ ഗ്യാസ് ആണല്ലോ അല്ലെ. സോ ഇവന്റെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി മോൾസ് മീഥേൻ റിക്വയർ ദ റിയാക്ടർ 10 മോൾ ഓഫ് ഓക്സിജൻ. 10 മോൾ ഓക്സിജന്. ഇവിടെ 1 മോൾ ആണെങ്കിൽ ഇവിടെ എന്താ വന്നത്? 2 മോൾ ഓക്സിജൻ വന്നത്. സോ എന്താ ചോദിച്ചത്? ഹൗ മെനി മോൾസ് മീഥേൻ റിക്വയർഡ്, എത്ര മോൾ വേണം എന്നാണ് ചോദിച്ചത്. നോക്കിക്കോ, 10 മോൾ ഓക്സിജനുമായി പ്രവർത്തിക്കാൻ എത്ര മോൾ മീത്തൈൻ വേണം? അതായത് നോക്കടാ ചെങ്ങൈമാരെ, ഇവിടെ 1 മോൾ ആയപ്പോൾ 2. അങ്ങനെയാണെങ്കിൽ ഇവിടെ 10 ആകുമ്പോൾ അതിന്റെ നേരെ പകുതി എടുത്താൽ മതി, 5 എടുത്താൽ മതി. സോ എത്ര വേണ്ടി വരും? 5 മോൾ വേണ്ടി വരും. സോ കുഴപ്പമില്ല മാഷേ, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ മാസ് ആൻഡ് വോളിയം ഓഫ് CO2 ഒബ്റ്റെയിൻ ദ 64 ഗ്രാം മീഥേൻ കംപ്ലീറ്റ്ലി ബേൺഡ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 64 ഗ്രാം മീഥേൻ പൂർണ്ണമായും ജ്വലിച്ചാൽ ലഭിക്കുന്ന CO2വിന്റെ മാസ്, വ്യാപ്തം എന്നിവ കണക്കാക്കുക. ഒറ്റടി നമുക്ക് ഉത്തരം പറയാൻ പറ്റും. നേരെ ഒന്നങ്ങോട്ട് പൊട്ടിച്ചോളാം. ഇവിടെ 5 മോൾ എന്ന് കിട്ടി. അപ്പൊ CO2വിന്റെ മാസ് എത്ര ചോദിച്ചാൽ 176 ഗ്രാം ആണ്. ആ 176 ഗ്രാമിന്റെ വ്യാപ്തം ചോദിച്ചു കഴിഞ്ഞാൽ 89.6 ലിറ്ററുമാണ്. സോ വ്യാപ്തം എന്ന് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വേണം 22.4 ലിറ്റർ ആണെന്ന് കേട്ടോ. മാസ് ആണെങ്കിൽ mm വെച്ചിട്ടുള്ള കളിയുമാണ്. എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മയിൽ വെച്ച് കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് എന്ത് ചെയ്യോടെ ആ പരിപാടി സുഖമായിട്ട് കിട്ടും കേട്ടോ. സോ സെറ്റാണ് മാഷേ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടെ. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്തനോൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫെർമെന്റിംഗ് അഥവാ ഡൈലൂട്ട് മൊളാസസ്. ഈസ്റ്റ് ചേർത്ത് ഫെർമെന്റേഷൻ നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചേർക്കുക? എത്തനോളിനെ നിർമ്മിക്കുന്നത്. സോ റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ദിസ് റിയാക്ഷൻ. ഇവന്റെ കെമിക്കൽ ഇക്വേഷൻ ഫുൾ എഴുതുക. പിന്നെ വാട്ട് ഈസ് ദ പവർ ആൽക്കോഹോൾ? എന്താണ് പവർ ആൽക്കോഹോൾ എന്ന് പറഞ്ഞാൽ? സോ മൊളാസസ് അഥവാ പഞ്ചസാര എടുത്ത് പഞ്ചസാര H2O ചേർത്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മൾ വർക്ക് ആവുന്ന എൻസൈം ആരാ ചോദിച്ചാൽ ഇൻവെർട്ടേഴ്സ് ആവും. ഇൻവെർട്ടേഴ്സ് വർക്ക് ചെയ്ത് നമ്മൾ 2 പ്രൊഡക്റ്റ് കിട്ടും. ഒന്നാരാടാ? C12H6O6 ഗ്ലൂക്കോസും കിട്ടും, ഫ്രക്ടോസും കിട്ടും. ഈ ഗ്ലൂക്കോസിനെ ഫ്രക്ടോസ് നമ്മൾ എടുക്കുന്നു. രണ്ടാമത്തെ എൻസൈമായുള്ള സൈമേസ് വർക്ക് ആവും. സൈമേസ് വർക്കായി നമുക്ക് കിട്ടുന്ന 2C2H5OH എന്ന് പറഞ്ഞാൽ എത്തനോൾ ആണ്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്താ പവർ ആൽക്കോഹോൾ ചോദിച്ചാൽ 20% അബ്സല്യൂട്ട് ആൽക്കഹോളും 80% പെട്രോളും ചേർന്ന് മിശ്രിതത്തെ നമ്മൾ പറയാം. പെട്രോളും അബ്സല്യൂട്ട് ആൽക്കഹോളും ചേർന്ന് മിശ്രിതത്തെ നമ്മൾ എന്ത് പറയാം? പവർ ആൽക്കഹോൾ എന്ന് പറയാം കേട്ടോ. ഓർമ്മയിൽ വെച്ചോളാം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ, അലുമിനിയം ഈസ് മാനുഫാക്ചർഡ് ബൈ ദ ഇലക്ട്രോലൈസ് ഓഫ് അലുമിന വിത്ത് അഡീഷൻ ക്രയോലൈറ്റ്. അഥവാ അലുമിനിയുടെ വൈദ്യുത വിശ്ലേഷണം നമുക്കറിയാം. ഇതിൽ ക്രയോലൈറ്റ് ചേർക്കുന്നുണ്ട്. വൈസ് ക്രയോലൈറ്റ് ആഡ് അലുമിന. എന്തിനാണ് അലുമിനിയിലോട്ട് ക്രയോലൈറ്റ് ചേർക്കുന്നത് ചോദിച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം പറയാൻ പറ്റണം. എന്താണ്? അവന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടാനും പിന്നെ ദ്രവണാംഗം മെൽറ്റിംഗ് പോയിന്റ് കുറക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ക്രയോലൈറ്റ് ചേർക്കുന്നത്. വിച്ച് ഈസ് അയോൺസ് പ്രസന്റ് അലുമിനിയം. അലുമിനിയം 2 അയോൺസ് ആണുള്ളത്. ഒന്ന് ഏതാടാ? Al3+ പിന്നെ O- ആയിരിക്കും. Al ഉണ്ടാവും, പിന്നെ O2- ഉണ്ടാകും. സോ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കും. Al3+, O2-. സോ സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ദ റിഡക്ഷൻ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ദ നെഗറ്റീവ് ഇലക്ട്രോൺ. അതായത് നെഗറ്റീവ് ഇലക്ട്രോണിൽ നടക്കുന്ന റിഡക്ഷൻ ആണെന്ന് അറിയാം. സോ റിഡക്ഷൻ ആണെങ്കിൽ Al വെച്ചിട്ടായിരിക്കും നടക്കുക. Al3++ 3 ഇലക്ട്രോൺ ഗീവ്സ് Al. അപ്പൊ കാഥോഡിലാണ് റിഡക്ഷൻ സംഭവിച്ചിട്ടാണ് നമുക്ക് ആര് കിട്ടുന്നത്? അലുമിനിയം കിട്ടുന്നത്. സോ സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. അയൺ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഹെമറ്റൈറ്റ് യൂസ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിൽ യൂസ് ചെയ്തിട്ടാണ് അയൺ നമ്മൾ ഉണ്ടാക്കുന്നത്. സോ അങ്ങനെ വിച്ച് കോമൺ ആക്ട് റെഡ്യൂസിംഗ് ഏജന്റ് അഥവാ റെഡ്യൂസിംഗ് ഏജന്റ് ആരാ ചോദിച്ചാൽ CO ആണ്, കാർബൺ മോണോക്സൈഡ് ആണ്. അങ്ങനെ കംപ്ലീറ്റ് ദ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് ഉണ്ടാവുക? ഇവിടെ ഫ്ലെക്സ് ആയിട്ടുള്ള കാൽസ്യം ഓക്സൈഡ് ഉണ്ടാവും. ഇവിടെ ഈ ഫ്ലെക്സ് വർക്ക് ആവുന്നു CaO. B എന്ന് പറഞ്ഞാൽ CaSiO3 അഥവാ കാൽസ്യം സിലിക്കേറ്റ് വരുന്നു. സോ കുഴപ്പമില്ലല്ലോ, ഓർമ്മയിൽ വെച്ചോളാം കേട്ടോ. സോ സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. ദ ആറ്റം. ഇനി 17
18 ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് നോക്കുക. ഇവിടെ എ ബി എന്നീ മൂലകങ്ങളുടെ ആറ്റങ്ങളിൽ 3 ഷെല്ലുകൾ വീതമുണ്ട്. അതായത് 3 ഷെല്ല് എന്ന് പറയുന്നുണ്ട്. അവന്റെ ഗ്രൂപ്പ് 13, ബി ഗ്രൂപ്പ് 16 ഉൾപ്പെടുന്നു. 13ാമത്തെ ഗ്രൂപ്പും 16ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. എ എന്ന മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഈ 2 മൂലകങ്ങളും ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? സോ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും 17ാമത്തതിന്റെ ഉത്തരം 1s2 2s2 2p6 3s2 3p1 എന്നായിരിക്കും അവന്റെ ഉത്തരം വരിക. 3 ഷെല്ല് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഫ്രണ്ടിൽ 3 എന്ന് വന്നു കഴിഞ്ഞാൽ അതാണ് ഷെൽ നമ്പർ. സോ 3 ഷെല്ല് സെറ്റ് ആണ്. ഇനി ഇവന് ഏത് ബ്ലോക്കാ ചോദിച്ചാൽ അവസാനത്തെ സബ്ഷെൽ ഏതാണോ അവനായിരിക്കും ബ്ലോക്ക് വരിക. ഇനി അപ്പൊ ബ്ലോക്കും കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, എന്തോ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യൻ നോക്കിക്കോ. മൂലകം എയുടെ ക്ലോറൈഡ് സംയുക്തത്തിന് എയുടെ ഓക്സീകരണാവസ്ഥ എത്ര എന്ന് ചോദിക്കുന്നുണ്ട്. ക്ലോറിന്റെ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ -1 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും 3 ആണെങ്കിൽ അവൻക്ക് എത്ര ലാസ്റ്റിലെ 3 ഇലക്ട്രോൺസ് ഉണ്ട്. സോ 3 ആകുമ്പോൾ +3, 3 ക്ലോറിൻ വരുമ്പോൾ അവന്റെ +3 എന്ന് വരും കേട്ടോ. ഓർമ്മയിൽ വെച്ചാൽ മതി, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റിലെ ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ്, നമ്മൾ ഓർഗാനിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ സ്റ്റേറ്റ്മെന്റ് നല്ലോണം വായിക്കുക, കറക്റ്റ് വായിച്ചിട്ട് എന്ത് ചെയ്യുക, ഉത്തരം എഴുതുക. മക്കളെ ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഒരു 15 മിനിറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്തുക എന്നുള്ളതിൽ മാത്രമാണ്, വിശദീകരണം ഇല്ല. അപ്പോൾ നല്ലോണം നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, കണ്ടാൽ മതി. വിശദീകരണം ഇല്ല എന്ന് പറയുന്നു കേട്ടോ. സോ ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടുത്തുന്നു, ആൻസർ കീ ഒന്ന് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ മോൾ കൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ കാണാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. സോ അയണിന്റെ പ്രിപ്പറേഷനും അലുമിനിയത്തിന്റെ പ്രിപ്പറേഷനും ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് കാണണേ. സോ നോക്കാം. സോ ഒരു ഓർഗാനിക് സംയുക്തത്തിന് ഒരു തന്മാത്രയിൽ 4 കാർബൺ ആറ്റങ്ങളും 10 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സി ആറ്റവും അടങ്ങിയിരിക്കുന്നു. ഇതിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സിലാണ്. OH ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണെന്ന് പറയുന്നുണ്ട്. ഒരു സമയത്ത് തന്മാത്രയിൽ 4 കാർബൺ ആറ്റങ്ങളുണ്ട്. സമയത്തിന് ഘടനാവാക്യം എഴുതുക. അങ്ങനെയാണെങ്കിൽ ഇതേ തന്മാത്ര സൂത്രവാക്യമുള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തമായ മറ്റൊരു ഓർഗാനിക്. എടാ OH ആണെങ്കിൽ നമുക്കറിയാം, OH ആണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് മാറ്റിയാൽ മതി, H മാറ്റിയിട്ട് O യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതേ മോളിക്കുലർ ഫോർമിലുള്ള ഐസോമറിസം കിട്ടും. ഇനി ഈ തന്മാത്രവാക്യമുള്ള ഒരു ജോഡി പൊസിഷൻ ഐസോമറുകളുടെ ഘടനാവാക്യം എഴുതുക. പൊസിഷൻ ഐസോമർസ് ആക്കാൻ പറ്റുന്നത്, അതായത് മോളിക്കുലർ ഫോർമുല സെയിമും ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊസിഷൻ ഐസോമർ ആയി. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഫസ്റ്റത്തിന്റെ ഉത്തരം വരുന്നത്. 4 ഉണ്ട്, 1 2 3 4 പിന്നെ 10 ഹൈഡ്രജന്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്തു, അത് നമുക്ക് ഇങ്ങനെയും ആക്കിയിട്ട് എഴുതാൻ പറ്റും, ബുദ്ധിമുട്ടില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യന് CH എന്നുള്ളത് O ആക്കി മാറ്റുമ്പോൾ അതും കിട്ടി. അവന്റെ പൊസിഷൻ മാറ്റുമ്പോൾ പൊസിഷൻ ഐസോമറിസം കിട്ടി. സോ സെറ്റ് ആണ്. ആ ഒരു കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മയിൽ വെച്ചോളാം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ IUPAC നെയിം പെൻഡൻ -1 അയിന് എന്നാണ്. സോ പെൻഡ് 1 2 3 4 5 അയിൻ എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഫസ്റ്റത്തെ കാർബണിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഈ സമയത്തിന് ഘടനാവാക്യം എഴുതുക. ഇനി നോക്കിക്കോടാ. അപ്പൊ അവന്റെ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. സോ ബി ക്വസ്റ്റ്യൻ എന്താ, ട്രിപ്പിൾ ബോണ്ട് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇനി അവൻ്റെ എന്ത് ചെയ്താൽ പറഞ്ഞത്, പൊസിഷൻ ഐസോമർസ് മാറ്റാൻ പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മാറ്റാൻ പറ്റും. പൊസിഷൻ നമ്പറാണ് മാറ്റി കൊടുത്താൽ മതി. ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ നമ്പർ മാറ്റി കൊടുത്താലും അത് പൊസിഷൻ ഐസോമർസം ആണ്. അപ്പോൾ പൊസിഷൻ ഐസോമർസം എന്ന് പറഞ്ഞാൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് മാത്രമല്ല ബോണ്ടും പറയാൻ പറ്റും. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, പറയാൻ പറ്റും എന്നുള്ള കാര്യം പറയാണ്. സോ മക്കളെ അടിപൊളിയായിട്ട് എഴുതുക. അപ്പോൾ ഇതിന്റെ സെറ്റ് ബിയുമായിട്ട് വരാം. ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്താൻ മാത്രമാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.